എന്നാലും എൻ്റെ രമേശേ, നിനക്ക് ഈ ഗതി വന്നല്ലോ. നീ എത്ര നല്ലപോലെ പഠിക്കുന്നതായിരുന്നു. നീ അല്ലായിരുന്നു ക്ലാസ്സിലെ ടോപ്പർ. നീ തന്നെ ഇപ്പം. അതുമല്ല, നീ ഇപ്പം നല്ലപോലെ മെലിഞ്ഞു പോയിട്ടുണ്ട്. പണ്ടത്തെ ആരോഗ്യമൊന്നുമില്ല നിനക്ക്. നീ ഇപ്പം ആകെ ക്ഷീണിച്ചു. പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നെങ്കിലും ഡിഗ്രി മുഴുവനാക്കാത്ത എനിക്ക് ആരാ ജോലി തരുന്ന സൗമ്യ? അങ്ങനെ ഈ ചായക്കടയുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനിപ്പോൾ. കോവിഡ് വന്നപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. ഇപ്പം എനിക്ക് ആകെയുള്ളത് എൻ്റെ അമ്മ മാത്രമാണ്. ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അങ്കിള് വിഷമിക്കണ്ട. എൻ്റെ അച്ഛനൊരു കമ്പനിയുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ജോലി തരാൻ ഞാൻ അച്ഛനോട് പറയാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ. അതൊക്കെ മോൻ്റെ അച്ഛനൊരു ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ ഈ ചായക്കടയുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കോളാം. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അവൻ്റെ അച്ഛന് നല്ലൊരു കമ്പനിയുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ജോലി, നല്ലൊരു ജോലി രമേശിന് വേണ്ടി അവൻ്റെ അച്ഛൻ ശരിയാക്കി തരും. ഡിഗ്രി വരെ പഠിച്ച നീ ഈ അന്യനാട്ടിൽ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പം ആർക്കെങ്കിലും സഹിക്കുമോ രമേശ്? അങ്കിളെ, ഞങ്ങൾ അങ്കിളിന് നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. അങ്കിള് ഞങ്ങളുടെ കൂടെ ഒന്ന് വാ. എൻ്റെ അച്ഛനും ആൻറ്റിയും എല്ലാവരും അവിടെ ഉണ്ട്. ഞാൻ തന്നെ എല്ലാവരോടും പറയാം. എന്നെ പോലൊരു പാവപ്പെട്ടവനെ നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുമോ? മോൻ്റെ അച്ഛന് ചിലപ്പം എന്നെ ഇഷ്ടമായെന്ന് വരില്ല. മോന് വെറുതെ വഴക്ക് കിട്ടും. അതൊന്നും വേണ്ട മോനെ. അതൊക്കെ രമേശിന് വെറുതെ തോന്നുന്നതാ. ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ചിന്തകളും ഇല്ല. ഞങ്ങളെല്ലാവരും നല്ല സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. രമേശിനൊരു കാര്യം അറിയോ? ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറുണ്ട്. അപ്പുവിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. നിങ്ങൾ രണ്ടാളും ഇത്രത്തോളം നിർബന്ധിച്ചതല്ലേ, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ വരാതിരിക്കുക? എന്തായാലും ഒന്ന് വരാം. അവരെല്ലാരും പാട്ടുപാടിയും തീയൊക്കെ കത്തിച്ചും അവിടെ നല്ല സന്തോഷമായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്കിൾ, ദാ അവിടെ ഇരിക്കുന്നത് എൻ്റെ അച്ഛൻ, പിന്നെ കൂടെ ഇരിക്കുന്നത് എൻ്റെ ആൻറ്റി, പിന്നെ സുമയ ടീച്ചറിന്റെ ഹസ്ബൻഡിന്റെ അമ്മയും. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ രണ്ടാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ആരാ കൂടെ ഒരു എക്സ്ട്രാ ഒരാള്? അതാരാ മോനെ? ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലോ പരിപാടി. ഇവിടുന്ന് ചായ കുടിക്കാനെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കണ്ട ആണുങ്ങളെല്ലാം മിണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് വരുന്നോ? എന്നാലും ഇതാരായിരിക്കും സുമേന്റെ കൂടെയുള്ളത്? ഇനിയിപ്പം ആ ചെറുക്കൻ്റെ റിലേറ്റീവോ മറ്റോ ആണോ? സോമയ്ക്ക് ഇങ്ങനെ ബന്ധമൊന്നും ഇല്ലല്ലോ. ഇതാണ് രമേശ്. എൻ്റെ കൂടെ കോളേജിൽ BA ഒരുമിച്ച് പഠിച്ചതാ. രമേശ് നല്ലപോലെ പഠിക്കുമായിരുന്നു. പിന്നെ ഈ അങ്കിള് ഒരു പാവ അച്ഛ, നല്ലപോലെ പഠിക്കുന്ന അങ്കിളായിരുന്നെന്നാ ടീച്ചർ പറഞ്ഞേ. പിന്നെ വീട്ടിൽ കുറേ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ BA മുഴുവനാക്കാൻ പറ്റിയില്ല. BA മുഴുവനാക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്കിളിന് ജോലിയൊന്നും കിട്ടിയില്ലെന്നാ ടീച്ചർ പറയുന്നത്. പാവ അങ്കിളാ. സജീവന്റെ കമ്പനിയിൽ രമേശിന് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുമോ? പാവ രമേശ്. അവനും അവൻ്റെ അമ്മയും കൂടി ഭയങ്കര കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. ചായക്കട നടത്തിയിട്ട് അതിൽ നിന്നുള്ള തുച്ഛമായ വരുമാനത്തിലാണ് ഇവർ ജീവിക്കുന്നത് ഇപ്പം.